SIT ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം വഴിതിരിച്ചു വിടും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് SIT വിപുലീകരിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഇന്ന് ജനുവരി മാസം 1-ാം തീയതിയാണ്. 5-ാം തീയതിയാണ് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതിനുശേഷം 10 ദിവസം കൂടിയാണ് അന്വേഷണത്തിന് SITക്ക് കിട്ടുക. ജനുവരി 15 വരെയാണ് ഹൈക്കോടതി നീട്ടിക്കൊടുത്തിരിക്കുന്ന സമയപരിധി നിൽക്കുക. അതിനിടയിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കഴിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അന്വേഷണത്തിൽ ഇനിയും കണ്ടെത്തേണ്ട പലതിലേക്കും എത്താൻ SITക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇടയിലുണ്ടാകുന്ന രാഷ്ട്രീയ വിവാദങ്ങളടക്കം പല കാര്യങ്ങളും പലരിലേക്കും, അതായത് ഹൈക്കോടതി ചോദിച്ച ആ വലിയ ആളുകളിലേക്ക് ഇതുവരെയും പൂർണ്ണമായും എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ഒളിച്ചുവെച്ചു എന്നുള്ള ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഒളിച്ചുവെച്ചതല്ല എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ കടകംപള്ളിയിലേക്ക് ഇതെത്തും എന്നുള്ളത് പല ഘട്ടത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോഴും ഇവിടെ പലരും ഒന്നുമില്ല, എൻ വാസുവിൽ നിൽക്കുമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം പത്മകുമാറിൽ നിൽക്കുമെന്ന് പറഞ്ഞു, കടകംപള്ളിയിലേക്ക് എത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴെന്തായാലും കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ആരിലേക്ക് എത്തും, അതാണ് അറിയേണ്ടത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കയറ്റിയത് എവിടെയാണ്? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ആയുധം മുഖ്യമന്ത്രി ഇപ്പോൾ തൊടുത്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. അതീവ സുരക്ഷാ മേഖലയിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ പോകാൻ കഴിയില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിൽ വർഷങ്ങളായി ബാല്യകാല സൗഹൃദമൊന്നുമുള്ള ആളുകളല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടേക്ക് കൊണ്ടുപോയത് ആരാണ്?